പനക്കരച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാൽ മനുഷ്യൻ നട്ടം തിരിയുമ്പോൾ സ്വാന്തനമായി പനക്കരച്ചൻ നമ്മോടൊപ്പം. അച്ഛനെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ അനേകം കത്തുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒരു സഹോദരിയുടെ കത്താണ് ഇന്ന് വായിച്ച് അച്ഛൻ ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട പനക്കലച്ച, എൻ്റെ പേര് അന്ന. തൃശ്ശൂരിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. ഞാൻ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ 4 മക്കളിലെ 3ാമത്തെ മകളാണ്. എൻ്റെ ചേച്ചിമാരുടെ വിവാഹം അപ്പച്ചൻ കഷ്ടപ്പെട്ട് നടത്തി. എന്നാൽ എൻ്റെ വിവാഹം നടത്താൻ കഴിഞ്ഞില്ല. അതിനു മുന്നേ അപ്പച്ചൻ മരിച്ചിരുന്നു. അമ്മച്ചിയും താമസിയാതെ പോയി. എൻ്റെ ഇളയ സഹോദരനും ഞാനും മാത്രമേ വീട്ടിൽ ശേഷിച്ചുള്ളൂ. സഹോദരൻ ഒരു ചെരുപ്പ് കടയിൽ തുച്ഛമായ വരുമാനത്തിൽ ജോലി ചെയ്യുന്നു. അങ്ങനെയിരിക്കെ ഒരു വിവാഹാലോചന എനിക്ക് വന്നു. ഭാര്യ ക്യാൻസറായി മരിച്ച 2 പെൺമക്കളുള്ള കാർപ്പൻ്ററായി ജോലി ചെയ്യുന്ന ജോസഫിൻ്റെ ആലോചന. അനുജൻ്റെ കഷ്ടപ്പാട് കുറയുമല്ലോ എന്ന് കരുതി ആ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചു. ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലെ മക്കൾക്കും ഭർത്താവിനും ആദ്യകാലങ്ങളിൽ എന്നെ ജീവനായിരുന്നു. പെൺകുട്ടികൾ വളർന്നതോടെ അവർക്ക് എന്നോട് നീരസമായി. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ മദ്യപിക്കാറുണ്ട്. പെൺമക്കൾ ജീവനാണ്. അവർ പറയുന്നത് കേൾക്കൂ. അവർക്ക് എന്നോട് വിരോധമായപ്പോൾ ഭർത്താവിനും എന്നോട് വിരോധമായി. ഇന്ന് എനിക്ക് ചെലവിന് പോലും തരാറില്ല. അവരുടെ ആട്ടും തുപ്പും സഹിച്ച് ഞാൻ കഴിയുന്നു. ഇടയ്ക്ക് എല്ലാവർക്കും ഭാരമായ ഞാൻ ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിച്ചു. പക്ഷേ തെറ്റായതിനാൽ ആ മാർഗം വേണ്ട എന്ന് ചിന്തിച്ചു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സഹോദരൻ്റെ ഭവനത്തിലേക്ക് തന്നെ പോയാലോ എന്ന്. അവനും ഭാര്യയും എന്നെ സ്വീകരിച്ചേക്കാം. പക്ഷേ അവർ കഷ്ടപ്പാടിലാണല്ലോ അച്ഛ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു മറുപടി തരുമെന്ന പ്രതീക്ഷയോടെ അന്ന. നമ്മൾ വായിച്ചു കേട്ട ഈ കത്തിൽ അന്ന എന്ന സഹോദരി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ മുമ്പിൽ ഒരു വഴിയുമില്ലല്ലോ എന്ന വലിയ ദുഃഖത്തിൽ ആയിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ അന്നയോട് പറയാനുള്ളത്, ആദ്യം അന്നയുടെ വ്യക്തിത്വം അത് ഒന്ന് നേരെയാക്കിയെടുക്കാനായിട്ട് പരിശ്രമിക്കണം. കാരണം ജീവിതത്തിലെ ഒത്തിരി വിപരീത സാഹചര്യങ്ങളിൽപ്പെട്ട് അന്നയ്ക്ക് തന്നെ അംഗീകരിക്കുവാനും ഞാൻ വിലയുള്ളവളാണ് എന്നുള്ള യഥാർത്ഥമായ ആ വ്യക്തിത്വ ബോധം പല രീതിയിൽ മുറിവേറ്റിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അന്ന തൻ്റെ വ്യക്തിത്വത്തെ അതിൻ്റെ അകത്തും അതിൻ്റെ മുറിവുകളെ മാറ്റി അതിന് രൂപപ്പെടുത്തിയെടുക്കാൻ തയ്യാറാകണം. അതായത് ഈ പറഞ്ഞ അപ്പനും അമ്മയും ഒക്കെ മരണം വഴി വേർപിരിഞ്ഞു പോയെങ്കിലും അന്ന മനസ്സിലാക്കണം, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. എൻ്റെ യഥാർത്ഥ അപ്പനും അമ്മയും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് തന്നെയാണ്. ആ ദൈവത്തിന് ഞാൻ വിലയുള്ളവളാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ കടന്നു വന്നിട്ടുള്ള ആർക്കും ഈ അന്നയെ മനസ്സിലാക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. അത് സാധിച്ചിട്ടുള്ളത് സർവശക്തനായ ദൈവത്തിന് മാത്രമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു മകളെന്ന നിലയിൽ ആദ്യം അഭിമാനിക്കാനും എല്ലാം ദൈവമാണ് എനിക്ക് നൽകി സംരക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദിയും സ്തുതിയും പറയുവാനും അന്ന തയ്യാറാകണം.
അങ്ങനെ അന്ന തയ്യാറായി കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനുകൂലവും പ്രതികൂലമായ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുവാൻ അന്നയ്ക്ക് കഴിയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന വിവാഹത്തിലേക്ക് വരികയാണ്. അന്ന ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ കല്യാണം കഴിച്ചാൽ എൻ്റെ സഹോദരൻ്റെ ഭാരമൊക്കെ ഒന്ന് മാറുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വഴിയൊരു കഷ്ടപ്പാട് അവനുണ്ടാകാൻ പാടില്ലാത്തതുകൊണ്ട് വന്ന കല്യാണം അങ്ങ് സ്വീകരിച്ചേക്കാം എന്ന് പറഞ്ഞാണ് അന്ന വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിവാഹം എന്ന കൂദാശയിൽ കടന്നു വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ അന്നയ്ക്ക് കഴിയാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് അന്ന ആദ്യമേ ഇങ്ങനെ തന്നെ തിരുത്തണം: ഇത് ദൈവം എനിക്ക് കൊണ്ടു തന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് സ്വീകരിക്കുന്നു. എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ല ഞാൻ ജോസഫിനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. പിന്നെയോ ഇത് ദൈവത്തിൻ്റെ ഹിതം അങ്ങനെയാണ് എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിച്ച് ആ ദൈവഹിതത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് ഭർത്താവിനെ സ്വീകരിക്കുമ്പോൾ അന്നയ്ക്ക് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സന്തോഷമുണ്ടാകും. തന്നെയുമല്ല, ഒരുപക്ഷേ അന്നയെ വിവാഹം കഴിച്ചതിന് ശേഷം ഭർത്താവിലുണ്ടായിരിക്കുന്ന ഒരു അസംതൃപ്തിയെല്ലാം അതിനോട് ബന്ധപ്പെട്ട മദ്യപാനവും ഒക്കെ നീങ്ങിപ്പോകാൻ ഇടയാവും. കാരണം ദൈവത്തിൻ്റെ കൃപയോടുകൂടി ഭർത്താവിനെ ഒരു ഭാര്യ സ്വീകരിക്കുമ്പോൾ അവരുടെ ബന്ധങ്ങളിലൊക്കെ ഒത്തിരി ദൈവത്തിൻ്റെ ഇടപെടലും ദൈവിക സ്നേഹവും വ്യാപരിക്കും. അപ്പം അച്ഛൻ പറയണത് ഈ അന്ന ഈ വിവാഹം കഴിച്ചിരിക്കുന്നത് തന്നെ ഒരു രക്ഷപ്പെടലിന് വേണ്ടി ഒരു പിടിവള്ളി തേടിയിട്ടാണെന്ന്. അതെ, അതൊരു കൂദാശയുടെ ഇതിലൂടെ ഒഴുകി വരുന്ന കൃപാവരം മുഴുവനും സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന്. കാരണം അങ്ങനെ കഴിയണമെങ്കിൽ നമ്മൾ ഭർത്താവിനെ ദൈവം എനിക്ക് തന്ന ഒരു സഹായമാണെന്ന് ദൈവ കൈകളിൽ നിന്ന് തന്നെ സ്വീകരിക്കണം. ഇത് ദൈവത്തിന് നിശ്ചയം ഇതാണ്, അതുകൊണ്ട് ഞാൻ ദൈവത്തിന് കൈകളിൽ എൻ്റെ ഭാവിക്കും നന്മയ്ക്കും വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള വ്യക്തിയാണ് ഈ ജോസഫ് എന്ന ധാരണ ഉണ്ടാവണം. അതെ, മാതാവ് പറഞ്ഞല്ലോ, ഇതാ കർത്താവിൻ്റെ ദാസി. ഓക്കെ. അപ്പോഴാണ് പിന്നെ കൃപ ഒഴുകി വരുന്നത്. ഓക്കെ. അപ്പോൾ അത് സ്വീകരിക്കുമ്പോൾ തന്നെ ഭർത്താവായിട്ടുള്ള ഒരു അകൽച്ച ഇല്ലാണ്ടാവുന്നുണ്ട്. അത് ആത്മീയമായ അനുഗ്രഹങ്ങൾ കിട്ടും. രണ്ടാമതായിട്ട് അന്ന ഇവിടെ മനസ്സിലാക്കേണ്ടത്, രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് വന്ന ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും അന്ന സ്വീകരിച്ചു. തന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അവർക്ക് സ്നേഹം പകർന്നു കൊടുത്ത് അവരെ വളർത്തി. ഈ കുട്ടികൾ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും അവരുടെ ബുദ്ധിയൊക്കെ വികസിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അവർ മനസ്സിലാക്കുന്നു ഇത് രണ്ടാനമ്മയാണ്. അപ്പോൾ ആ രണ്ടാനമ്മയാണ് എന്ന തിരിച്ചറിവുണ്ടായി കഴിയുമ്പോൾ, ഒരുപക്ഷേ ഈ കുട്ടികൾ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോൾ അത് നിൻ്റെ രണ്ടാനമ്മയാണെന്ന് മറ്റുള്ളവരൊക്കെ പറയുകയൊക്കെ ചെയ്യും. നിൻ്റെ ഒറിജിനൽ അമ്മയല്ല എന്ന് പറയുമ്പോൾ ഈ കുട്ടികളുടെ ഉള്ളിലൊരു സംഘർഷാവസ്ഥയുണ്ട്. അപ്പം അവരുടെ അമ്മ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖമൊക്കെ, അവരുടെ അബോധ മനസ്സിൽ കിടക്കുന്നതൊക്കെ ഒന്ന് പൊങ്ങി വരുന്നതും, ഈ രണ്ടാനമ്മയെ അമ്മയായി സ്വീകരിക്കാനായിട്ട് ആവശ്യമായിരിക്കുന്ന സാവകാശവും മറ്റു കാര്യങ്ങളൊക്കെ ഈ കുട്ടികളുടെ ഉള്ളിൽ വേണ്ട വിധത്തിൽ രൂപപ്പെടേണ്ടതായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അതൊരു സംഘർഷ ഒരു പീരീഡാണ്. അച്ഛൻ ഈ കത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആദ്യകാലങ്ങളിൽ ഭർത്താവിനും കുട്ടികൾക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ അച്ഛൻ പറയണത് ഇങ്ങനെ രണ്ടാം വിവാഹം കഴിച്ച വീടുകളിലെ കുട്ടികൾക്ക് വളർന്നു വരുമ്പോൾ ആ രണ്ടാനമ്മേനെ അമ്മയായിട്ട് സ്വീകരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരു സംഘർഷം ഉണ്ടെന്ന്. അതെ, ഒരു സംഘർഷാവസ്ഥ അവർക്കുണ്ടാകും. അപ്പോൾ ഒരു അകൽച്ച കാണിക്കുന്നത്. ആ സംഘർഷാവസ്ഥയിൽ അവർക്ക് അവരോട് തന്നെ നീരസം ഉണ്ടാവും, സ്വയം വെറുപ്പൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് അമ്മയില്ലല്ലോ എന്നൊക്കെയുള്ള നീരസം ഉണ്ടാവും. ആ നീരസത്തിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലയിൽ അവരുടെ ജീവിതശൈലിയിലും സംസാരത്തിലുമൊക്കെ ഒരു വ്യത്യാസമുണ്ട്, ഒരു ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്ന വ്യത്യാസമാണ്. ആ വ്യത്യാസം വന്നു കഴിയുമ്പോൾ ഇതിന് മുമ്പില്ലാത്തത് ഇപ്പോൾ ഈ പിള്ളേർ കാണിക്കുന്നു എന്നത് അന്നയുടെ ഉള്ളിൽ തന്നോടുള്ള വിരോധമായി അവൾ ചിത്രീകരിക്കുന്നു. ഈ കുട്ടികൾ കടന്നു പോകുന്ന ആ ഒരു മാനസിക സംഘർഷത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ
അന്നയെ ബാധിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നു. ഒരു 17-18 വയസ്സാകുമ്പോൾ അവർ ഈ അപ്പനോടും അമ്മോടും ദേഷ്യപ്പെടുന്നുണ്ടെന്ന് അവരുടെ സ്വാഭാവിക വളർച്ചയിൽ. അപ്പോൾ സാധാരണ കുട്ടികൾക്ക് തന്നെ 18-19 വയസ്സാകുമ്പോൾ അവരപ്പനമ്മയ്ക്കും എതിരെ സംസാരിക്കും. ഇവരുടെ കേസിൽ ആ സംഘർഷത്തിന് പുറമെ ഇവരുടെ രണ്ടാനമ്മയാണെന്നുള്ളൊരു സംഘർഷം കൂടി ഉണ്ടാവും. അതിനെ ഒറിജിനൽ അമ്മ അല്ലാത്തത് കൊണ്ട് ദേഷ്യമായിട്ട് സ്വീകരിക്കുന്നതാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്ന ഇത്രയും അംഗീകരിച്ചാൽ മതി. അവരുടെ എതിർപ്പും അല്ലെങ്കിൽ സംഭാഷണത്തിൽ വന്ന വ്യത്യാസങ്ങളും എന്നോടെന്തോ വിരോധമുള്ളത് കൊണ്ടാണ് എന്ന ചിന്ത അന്നയുടെ ഉള്ളിൽ നിന്ന് കളഞ്ഞ് അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉള്ളിൽ പല സംഘർഷം ഉണ്ട്. അതൊക്കെ അവർക്കൊന്ന് കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ടൈം ആവശ്യമുണ്ട്. ഇത്രയൊക്കെ ഒന്ന് മനസ്സിലാക്കി അന്ന അതിന് മുമ്പിൽ പ്രാർത്ഥനയോടെ നിൽക്കുകയാണെങ്കിൽ അധികം താമസിയാതെ തന്നെ ഈ അന്ന അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത സേവനങ്ങളെ അവർ നന്ദിയോടുകൂടി കാണാൻ തുടങ്ങുന്ന ഒരു സൗഖ്യത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് ഈ കുട്ടികൾ സാവധാനം കടന്നു വരും. അപ്പം അതിന് മുമ്പ് തന്നെ അവർക്ക് എന്നോട് ഇഷ്ടമില്ല എന്ന് പറയാം. ഇഷ്ടമില്ല എന്ന് അന്ന ചിന്തിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ അന്ന അവിടെ ആരും അല്ലാതായി കഴിഞ്ഞു. പിന്നെ ആ വീട്ടിൽ നടക്കുന്ന മുഴുവൻ എനിക്കെതിരായിട്ടാണെന്ന് മാത്രമേ അന്നയ്ക്ക് ചിന്തിക്കാൻ പറ്റൂ. ആ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ട് അന്നയുടെ മനസ്സ് മുഴുവൻ മുറിവേറ്റിരിക്കുകയാണ്. അതായത് രണ്ടാനമ്മയുടെ ഒരു സ്പെസിഫിക് റോളാണ് ഇപ്പം അച്ഛൻ പറഞ്ഞു തന്നത്. അതായത് ഭർത്താവിൻ്റെ മുൻ വിവാഹത്തിലുള്ള കുട്ടികളെ വളർത്തുന്ന അമ്മമാർ അച്ഛനീ പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അത്തരം കുട്ടികളായിട്ട് ഇടപെടാൻ. അത് ഞങ്ങളോടുള്ള ദേഷ്യമല്ല, അവരുടെ വളർച്ചയിലുണ്ടാകുന്ന ഒരു സംഘർഷമാണ്. അപ്പോൾ രണ്ടാനമ്മയാകുക എന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ ഉത്തരവാദിത്വം കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം അന്നയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, അന്നയുടെ കൈകളിൽ അല്ലാത്ത ചില ജീവിത സാഹചര്യങ്ങളാണ് ഇപ്പോൾ അന്നയുടെ മുമ്പിലുള്ളത്. ഇതിനെ നമ്മൾ ഒരു ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കടന്നു വരുന്നത് ദേഷ്യവും വെറുപ്പും പിന്നെ കുറേ ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങളും മാനസിക സംഘർഷമായിരിക്കും ഉണ്ടാകുക. കാരണം ബുദ്ധിക്ക് ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ അന്ന ചെയ്യേണ്ടത് വിശ്വാസം കൊണ്ട് തന്നെ ഇതിനെ കൈകാര്യം ചെയ്യണം. എങ്ങനെയാണ് വിശ്വാസം കൊണ്ട് ഈ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യേണ്ടത്? ആ കൈകാര്യം ചെയ്യാനായിട്ട് എന്താണ് ഒരു വഴി എന്ന് ചോദിച്ചാൽ ആദ്യം അന്നെ വിശ്വസിക്കണം. ഈ വിപരീത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ എൻ്റെ ദൈവത്തിന് നന്മ കൊണ്ടുവരാൻ കഴിയും. ഇതൊരു ദൈവം നമുക്ക് തരുന്നൊരു വലിയൊരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കണം. അത് എന്തെങ്കിലും കണ്ടിട്ടല്ല, ഇത് നന്മയായിട്ട് വരും. അത് ബൈബിൾ തരുന്ന ഏറ്റവും വലിയൊരു ഉറപ്പാണ്. ദൈവം ഇതിൽ നിന്ന് നന്മ കൊണ്ടുവരും. അപ്പം നന്മ പ്രതീക്ഷിക്കുക. സാധാരണ നമ്മുടെ വിപരീത സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തിന്മയാണ്. ആ തിന്മ പ്രതീക്ഷിക്കുമ്പോൾ അത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുക. അതുകൊണ്ട് നന്മ പ്രതീക്ഷിക്കുക, എന്നിട്ടോ ദൈവത്തെ സ്തുതിക്കുക. അങ്ങനെ സ്തുതിക്കാനായിട്ട് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈ അന്നയുടെ ചുറ്റുമുള്ള ഈ വിപരീത സാഹചര്യങ്ങൾ മുഴുവനും അന്നയ്ക്ക് അനുകൂലമാക്കി ദൈവം മാറ്റിക്കൊണ്ടിരിക്കും. അത് അനുഭവിക്കുവാൻ വേണ്ടി പ്രത്യാശയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സ്ത്രീയായിട്ട് അന്ന മാറണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അപ്പോൾ ദൈവത്തിലുള്ള ആശ്രയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സങ്കീർത്തനം 31:14 കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. മറ്റൊരു വചനം കൂടി ചൊല്ലി ദൈവത്തിലുള്ള പ്രത്യാശയെ വളർത്തുക. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും,
അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. യെശയ്യായുടെ പുസ്തകത്തിലെ 40-ാം അധ്യായം 30-31 വാക്യങ്ങൾ ഇടയ്ക്കിങ്ങനെ ആവർത്തിച്ച് ചൊല്ലി നിരാശയുടെ ചിന്തകളെ ദൂരെ എറിഞ്ഞ് മനസ്സിനെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണം. റോമർ 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ അന്നയുടെ മനസ്സിൽ ഒരു ചേഞ്ച് ഉണ്ടാകും. ആ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ഒരു ദൈവ ശുശ്രൂഷയാണ്. എൻ്റെ ജീവിതം ഒരു ശുശ്രൂഷയ്ക്കുള്ള ജീവിതമാണ്. അതിന് പ്രതിഫലം തരുന്നത് ദൈവമാണ്, മനുഷ്യരല്ല. അപ്പോൾ ദൈവ ശുശ്രൂഷയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവത്തെ ശുശ്രൂഷിക്കുകയാണ് എന്നുള്ള ബോധമുള്ളത് കൊണ്ട് ദൈവം തരുന്ന പ്രതിഫലത്തിലേക്ക് മനസ്സുയരാൻ തുടങ്ങും. സങ്കീർത്തനം 37:5 നിൻ്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണ്. ഈ ഒരു അനുഭവത്തിലേക്ക് അന്ന വന്നു കഴിയുമ്പോൾ അന്ന എന്തൊക്കെ എരന്ന് വാങ്ങിക്കുന്ന ഒരാളല്ല. അന്ന ഭർത്താവിനെയും മക്കളെയും ഒക്കെ വളർത്തുന്ന ഒരു റോളിലേക്ക്, അതായത് ദൈവത്തിൻ്റെ വേലക്കാരിയാണെന്ന്. അതെ, അങ്ങനെ റോളിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ അന്നയുടെ വളരാതെ കിടക്കുന്ന ആ വ്യക്തിത്വമൊക്കെ വളർന്ന് അന്നയുടെ ഐഡൻറ്റിറ്റി തന്നെ വാസ്തവത്തിൽ അന്നയ്ക്ക് ബോധ്യമാകും. എന്നോട് ഞാൻ കോളേജിൽ ജോലി കിട്ടിയപ്പോൾ എൻ്റെ പ്രിൻസിപ്പൽ അച്ഛൻ, ഒരു റൊസാരിയോ അച്ഛനാണ്, കൊല്ലം ഫാറ്റിമ കോളേജിൽ. അച്ഛൻ പറയും, ഇതൊരു പ്രൊഫഷനല്ല ഫ്രാൻസിസ്, ഇതൊരു വൊക്കേഷനാണ്. അപ്പം ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യണമെന്ന്. അപ്പോൾ അച്ഛൻ്റെ ഫൈനൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ, വീട്ടിൽ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനായാൽ നമ്മൾ ഇറക്കാൻ നിൽക്കണ ഒരു പിച്ചക്കാരനല്ല, ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയായിട്ട് മാറും എന്നാണ് അച്ഛന് പറയാനുള്ളത്. ഇവിടെ ഈ അനുഭവത്തിലേക്ക് വരുമ്പോഴേക്കും, ദൈവത്തിലുള്ള ആശ്രയത്തിലേക്ക് വരുമ്പോഴേക്കും, ഇത് ജോസഫിൻ്റെ പിള്ളേരല്ല, ദൈവത്തിൻ്റെ പിള്ളേരാണ്. അവരെ ഞാൻ വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ കുറവുകളെയൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരമ്മ കൊടുക്കുന്ന സ്നേഹത്തേക്കാൾ ഉന്നതമായ സ്നേഹം കൊടുക്കുവാൻ അന്നയ്ക്ക് അതുവഴി സാധ്യമായി തീരുന്നു. സ്നേഹമുള്ളവരെ, ഒരു പുരുഷൻ്റെ രണ്ടാം ഭാര്യയായിട്ട് ചെല്ലുന്ന ഒരമ്മയുടെ സംഘർഷമാണ് ഈ കത്തിൽ വിശകലനം ചെയ്തത്. ഇതിൽ അന്ന പ്രകടിപ്പിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ സഹോദരൻ്റെ ബുദ്ധിമുട്ടിൽ നിന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റൊരു രണ്ടാം ഭാര്യയായിട്ട് പോകുന്നതെന്ന്. ഇതിനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അന്നയുടെ അപ്പനും അമ്മയും മരിച്ചു പോയതാണ്. അപ്പോൾ അച്ഛൻ ആദ്യം കൊടുക്കുന്ന ഉപദേശം, നമ്മുടെ അപ്പനമ്മയുമായിട്ട് നമുക്ക് ദൈവമുണ്ടെന്നുള്ള ആശ്രയബോധത്തിലേക്ക് ആദ്യം വരണം. രണ്ടാമതായിട്ട്, ഈ വിവാഹം കഴിച്ചത് ഒരു രക്ഷപ്പെടലല്ല. കത്തോലിക്ക സഭയുടെ വിവാഹം എന്ന കൂദാശയുടെ ഏറ്റവും അടിസ്ഥാന ചിന്ത തന്നെ ദൈവം നമുക്ക് തരുന്ന ഒരു ഭർത്താവിനെ, ഒരു ഭാര്യയെ നാം സ്വീകരിക്കുന്നു എന്നതാണ്. അപ്പോൾ രക്ഷപ്പെടാനുള്ള പിടിവള്ളിയല്ല, ദൈവം എനിക്ക് നൽകിയ സമ്മാനമാണ് ഭർത്താവ് എന്ന ആ ഒരു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറ സ്വീകരിക്കുമ്പോഴാണ് കൂദാശയിലൂടെ ഒഴുകപ്പെടുന്ന കൃപാവരത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അന്നയ്ക്ക് വളരാൻ കഴിയൂ. അത് ഈ ജീവിതത്തെ അടിമുടി മാറ്റും എന്നാണ് അച്ഛൻ പറയുന്നത്. രണ്ടാമതായി അന്ന മനസ്സിലാക്കേണ്ട കാര്യം, ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വളർച്ചയിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. അതായത് അവരുടെ ഒറിജിനൽ അമ്മ മരിച്ചുപോയി. രണ്ടാനമ്മയായിട്ട് ചെല്ലുമ്പോൾ അവർ കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ ആ കുഞ്ഞു കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ചറിയും,
ഇത് ഞങ്ങളുടെ ഒറിജിനൽ അമ്മയല്ല, ഇത് ഞങ്ങളുടെ രണ്ടാനമ്മയാണെന്ന്. അപ്പോൾ അവർക്ക് ഈ പ്രായത്തിൻ്റെ വളർച്ചയിലുള്ള സ്വാഭാവികമായ എതിർപ്പുകൾ കൂടാതെ അവരുടെ രണ്ടാനമ്മയോട് ചില നീരസങ്ങൾ അവർ പ്രകടിപ്പിക്കും. ആ പ്രകടിപ്പിച്ച നീരസത്തെ തന്നോടുള്ള എതിർപ്പായിട്ടാണ് ഇപ്പോൾ എന്നെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മനുഷ്യബുദ്ധിയുടെ സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. അതിൻ്റെ പിറകിൽ ദൈവകരങ്ങൾ കാണുന്നില്ല. അച്ഛൻ പറയുന്നത് തിന്മയുടെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നന്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് കർത്താവായ ദൈവത്തിന് കഴിയും എന്ന് സങ്കീർത്തന വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പറയാണ്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഓടിയാലും തളരുകയില്ല, അവർ എത്ര അധ്വാനിച്ചാലും ക്ഷീണിതരാകില്ല. പക്ഷേ ആ ആശ്രയബോധം വരണമെങ്കിൽ അന്ന് ആദ്യം തന്നെ ഭർത്താവിനെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും ഈ കുടുംബത്തിൽ ദൈവം എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ അവരുടെ ജോലിക്കാരിയല്ല, അവരുടെ മുന്നിൽ ഇരക്കുന്ന ഒരു സ്ത്രീയല്ല, ദൈവം എന്നെ ഈ ഭവനത്തിലെ 2 മക്കളെ, ദൈവത്തിൻ്റെ മക്കളെ വളർത്താൻ ഏൽപ്പിച്ചതാണെന്ന ബോധ്യത്തോടെ കുട്ടികളെ വളർത്താൻ തുടങ്ങുമ്പോൾ ഒരു പുതിയ സന്തോഷവും ആത്മീയ അനുഭവവും ഉണ്ടാകും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ദൈവവിളിയായിട്ട് കണക്കാക്കി ആ കുട്ടികളെ സമീപിച്ചാൽ മാത്രമേ, ആത്മീയമായിട്ട് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ എന്നാണ് അച്ഛൻ നിർദ്ദേശിക്കുന്നത്. അച്ഛാ, ഓരോ വീട്ടിലും ഇപ്പം എൻ്റെ മക്കളാണെങ്കിൽ പോലും അവരെ ഞാൻ വളർത്തുന്നത് ദൈവത്തിൻ്റെ വേലക്കാരനായിട്ടാണ് എന്നൊരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ്, അതായത് ഔസേപ്പിതാവിൻ്റെ മനസ്സ്, ആ മനസ്സിൽ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ദൈവമേ, മാതാപിതാക്കന്മാരുടെ മരണം മൂലം അനാഥമായി തീർന്ന് ആരുമില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന നിരവധി സഹോദരിമാർ ഈ ലോകമെമ്പാടുമുണ്ട്. അവരുടെ കാര്യം മനസ്സിലാക്കട്ടെ. മാതാപിതാക്കന്മാരുടെ മരണം വഴി ഉണ്ടാകുന്ന ആ വിടവിലേക്ക് അപ്പനും അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ദൈവം തൻ്റെ പരിശുദ്ധ സാന്നിധ്യവുമായി, തൻ്റെ വാത്സല്യമാർന്ന കാര്യങ്ങളുമായി അവരുടെ മുമ്പിൽ നിൽപ്പുണ്ട് എന്ന ആ ബോധം ബാഹ്യ കണ്ണുകൊണ്ടല്ല, വിശ്വാസ കണ്ണുകൊണ്ട് കണ്ട് ആ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്നുള്ള ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളെയും ദൈവ കൈകളിൽ നിന്ന് സ്വീകരിക്കുവാനായിട്ട് അവർക്ക് പരിശുദ്ധാത്മാവിന് അനുഗ്രഹം ലഭിക്കട്ടെ. അങ്ങനെ ദൈവത്തെ കേന്ദ്രമാക്കി മുന്നോട്ട് നീങ്ങുവാനുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് അവർ നിറയുമ്പോൾ അവരുടെ ജീവിത പ്രശ്നങ്ങളെ മേൽ അവർ വിജയം വരിച്ച് നാടിനും സമൂഹത്തിനും സർവശക്തനായ ദൈവത്തിനു മുമ്പിലും അവർക്ക് പ്രീതിയിൽ വളരുവാൻ സാധിക്കും. ദൈവമേ, ഈ അനുഗ്രഹം അത് അർഹിക്കുന്ന സമാന തകർച്ചയിലൂടെ കടന്നു പോകുന്ന എല്ലാ വ്യക്തികളിലേക്കും ഒഴുകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനകൾക്കെല്ലാം സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ ഇത്തരം അനാഥ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ കരസ്പർശനം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടി ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്ത എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പനക്കലച്ചനുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഉചിതമായ സമയത്ത് കത്ത് തിരഞ്ഞെടുത്ത് പനക്കലച്ചൻ നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്.